ഹലോ, ഇന്ന് നല്ലൊരു നാടൻ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, കുട്ടികൾക്ക് നമുക്ക് ആവിയിൽ വേവിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതും തേങ്ങയൊന്നും തേങ്ങാപ്പാലോ അതോ തേങ്ങ അരച്ചോ ഒന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പം ആട്ടോ ഇത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഇത് പാത്രത്തിൽ വെച്ചു കൊടുത്താൽ അവരത് കഴിച്ചുകൊണ്ടേ ഇരുന്നോളൂ കേട്ടോ. പാത്രം കാലിയാകണ പോലും നമ്മളറിയില്ല. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് അവലാണ് കേട്ടോ. അവല് വെള്ള അവലോ ബ്രൗൺ അവലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതാ ഈ ഒരു പാത്രത്തിൽ 3 പാത്രം അവല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത്ര തന്നെ പാത്രത്തിൽ വെള്ളം ഒഴിക്കാം. 3 പാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുക്കാം. മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇതെല്ലാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. ഗോതമ്പ് പൊടി ഞാൻ ഈ ഒരു വലിയ കയ്യിൽ 3 കയ്യിൽ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് കൊടുക്കുന്നത്. ശർക്കര പാനി, അതായത് ഒരു വലിയ കട്ട ശർക്കര ഉരുക്കിയെടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് എന്നിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മുഴുവനായിട്ടല്ല, നമുക്ക് മധുരം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം മധുരം വേണോ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുക. ഗോതമ്പ് പൊടി നന്നായിട്ട് അടിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ഞാലിപ്പൂവൻ പഴം ചേർത്ത് കൊടുക്കുക. പഴം ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഞാലിപ്പൂവനോ ഏതായാലും എടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മധുരം കുറവായിരുന്നു. അപ്പോൾ ശർക്കരയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡാപ്പൊടി നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 4 ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം 1 ടീസ്പൂൺ അടുത്ത് ഉണ്ടായിരുന്നു ഏലക്കായപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മധുരം പാകമാണെന്ന് നോക്കാം. മധുരം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഓയിൽ ഗ്രീസ് ചെയ്ത പാത്രം, അതായത് വെളിച്ചെണ്ണയോ അതോ നെയ്യോ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആവിയേറ്റി എടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ഒഴിക്കേണ്ട കേട്ടോ. ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയായി നമുക്ക് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. തിന്നായിട്ട് കുറച്ച് കട്ടിക്ക് മാത്രം ഒഴിച്ചു കൊടുക്കുക. മേളിൽ നമുക്ക് ഏത്തപ്പഴം ഇതുപോലെ അരിഞ്ഞോ അല്ലെങ്കിൽ കശുവണ്ടി കിസ്മിസ് എന്തെങ്കിലും വെച്ച് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഇതാ കണ്ടോ, 20 മിനിറ്റിന് ശേഷം നല്ല അടിപൊളി ടേസ്റ്റുള്ള പഞ്ഞി പോലത്തെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. താങ്ക്